ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അളവ് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചെടുക്കുന്നതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട മെഷർമെൻറ്റൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് വിത്ത് ലൈനിങ് ബ്ലൗസാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത്. ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത് ബാക്ക് പീസാണ്. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ ഫാബ്രിക് വിഡ്ത്ത് വൈസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ എഡ്ജ് പോർഷനിൽ എന്തെങ്കിലും ഒന്ന് ലെവൽ ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്പണിങ് വരുന്നത് ഈ ഭാഗത്താണ്. നമ്മുടെ ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് നെക്ക് വരേണ്ടത്. അവിടെ നമുക്ക് ആദ്യം നമ്മുടെ ബോഡി ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ള ലെങ്ത് 15.5 ആണ്. പ്ലസ് 1 ഇഞ്ച് മാർജിനോട് ചേർത്ത് 16.5 ഞാൻ ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവ് തന്നെ നമ്മൾ കുറച്ചും കൂടി മാറിയിട്ട് ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മാർക്ക് ചെയ്ത 2 ലൈനും ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഷോൾഡർ വിഡ്ത്താണ്. ടോട്ടൽ ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത് 11 ഇഞ്ചാണ്. ഇപ്പോൾ ഫോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഹാഫ് മതി, 5.5 വേണ്ടത്. പ്ലസ് സ്റ്റിച്ചിങ് മാർജിനും കൂടി ചേർത്ത് 5.25 ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ എപ്പോഴും ഒരു സേഫർ സൈഡ് നമ്മളത് 1/2 ഇഞ്ച് കൊടുത്തിട്ട് 6 ഇഞ്ചാക്കിയിട്ട് തന്നെ ഇടുന്നുണ്ട്. ഷോൾഡറിന് എത്രയാണോ കൊടുത്ത അതേ അളവിൽ തന്നെ ആം ഹോളിന് വേണ്ടിയിട്ട് താഴേക്കും ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈന് ചേർത്തിട്ട് നമുക്കിവിടെ ഒരു എൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ഒരു ഷോൾഡറിൻ്റെ വിഡ്ത്ത് നമുക്ക് റെഡിയായിട്ട് വേണ്ടത് 2.5 ഇഞ്ചാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പ്ലസ് നമ്മുടെ 2 സൈഡിലുള്ള മാർജിനും കൂടി ചേർത്ത് 3 നമ്മളിവിടെ വിടേണ്ടത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് റിമൈനിങ് വരുന്ന 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് ഞാൻ നെക്ക് വിഡ്ത്തായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുന്നേ എഴുതി വെച്ചിരുന്നതനുസരിച്ച് 5.25 നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ നെക്ക് വിഡ്ത്ത് 2.25 മാർക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ 1/4 ഇഞ്ച് തന്നെ സ്റ്റിച്ചിങ്ങിന് എടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു 1/4 ഇഞ്ചാണ് ഇവിടെ എക്സ്ട്രാ ഇട്ടിരിക്കുന്നത്. കുറച്ച് വൈഡായിട്ടുള്ള ബോഡിയുള്ള ആൾ തന്നെയാണ്. അപ്പോൾ 3 ഇഞ്ച് ആൾക്കൊട്ടും എക്സ്ട്രാ വരില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ 3 തന്നെ എടുത്തിരിക്കുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത് വേണ്ടത് 8.25 ഇഞ്ചാണ്. അപ്പോൾ ഈ ഷോൾഡറിലെ മാർക്കിങ്ങിൽ നിന്ന് താഴേക്ക് 8.25 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഞാൻ വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡറിൽ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് ചെയ്തതെങ്കിൽ താഴേക്ക് എത്തുമ്പോൾ അതൊരു 3.25 കൊടുക്കണം. എന്നാലാണ് ആ നെക്ക് ഇങ്ങനെ ഒരു കുറച്ച് നല്ല വൈഡായിട്ട് ഭംഗിയിലിരിക്കുള്ളൂ. ഇനി നമുക്ക് ഈ 2 ലൈനും ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഈ ബ്ലൗസിൽ എനിക്ക് ആവശ്യമുള്ളത് സ്ക്വയർ നെക്ക് തന്നെയാണ്. അപ്പോൾ ഇതേ മാർക്ക് തന്നെ ആവശ്യമുള്ളൂ. സപ്പോസ് റൗണ്ട് നെക്കോ വേറെ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ആണെങ്കിൽ ഈ കോർണറിൻ്റെ ഭാഗത്ത് നമ്മൾക്ക് ആവശ്യമുള്ള ഷേപ്പ് അനുസരിച്ചിട്ട് ഇങ്ങനെ കർവ് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് ചെസ്റ്റിൻ്റെയും ആം ഹോളിൻ്റെയും മെഷർമെൻറ്റുകളാണ്. ഞാനിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ആം ഹോള് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 42 ഇഞ്ചാണ്. 42നെ നമ്മൾ 4 ഡിവൈഡ് ചെയ്ത് 10.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനോടൊപ്പം 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ നമുക്ക് മാർജിൻ കൊടുക്കാം. ചില ആൾക്കാർ പെട്ടെന്ന് വണ്ണം വെക്കുന്നവരുണ്ടാവും. ബോഡി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് വെക്കുന്നത് സേഫാണ്. ഇല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ മതിയാവും. പിന്നെ തുണിയുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ് അത് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ എക്സ്ട്രാ തുണിയുണ്ട്, അപ്പോൾ ഞാൻ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ എൽ ഷേപ്പിൻ്റെ കോർണറിൽ നിന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചാണ് ഒരു 42 സൈസൊക്കെ വരുന്ന ആ ഒരു ചെസ്റ്റ് സൈസിന് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പം അത്യാവശ്യം വൈഡായിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ നമ്മളിവിടെ 1.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ കർവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എക്സ്ട്രാ മാർജിൻ കൊടുത്തിരിക്കുന്ന ഭാഗത്തെത്തുമ്പോൾ ഒരു 4 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് ലൈനിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ സ്റ്റിച്ചിങ് മാർജിന് പുറത്തേക്ക് ഇങ്ങനെ താഴ്ന്നു വരാണ്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ഈ ഒരു ഷോൾഡർ സ്റ്റിച്ചിങ്ങിനുള്ള മാർജിൻ ഒഴിവാക്കിയിട്ട് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ 9 ഇഞ്ചസ് ആണ് വരുന്നത്. കറക്റ്റാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് വേസ്റ്റിൻ്റെ വിഡ്ത്താണ്. വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 35 ഇഞ്ചസ് ആണ്. 35ന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.25 വരുന്നത്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ 2 ടക്ക് സ്റ്റിച്ച് അഡീഷണൽ കൊടുക്കുന്നവർ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന വിഡ്ത്ത് അനുസരിച്ചിട്ട് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ ബാക്ക് ടക്കൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ച് മാർജിനും കൂടി കൊടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ലൈൻസുകൾ തമ്മിൽ ജോയിൻ്റ് ആക്കി വരയ്ക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പം ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ലൈനിങ് ഫാബ്രിക്കിനെ ഓപ്പണിംഗ് ഭാഗം നമ്മുടെ നേരേക്ക് വരുന്ന വിധത്തിൽ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരു 90% ക്രോസ് പീസ് തന്നെ ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. ഇനി ബാക്കിലെ പീസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ടാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ മാർജിനൊക്കെ ഇതിനുള്ളിൽ കവറാവുന്ന വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി വെച്ചിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഈ ഭാഗത്ത്, അതായത് നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഹൂക്കിനും മൈക്കും വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ കിട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ ഈ ഒരു ഫാബ്രിക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇവിടെ മാർജിനൊക്കെ ഇതിനകത്ത് കവറായിട്ട് വരുന്നുണ്ട്. ഹൂക്കിനും മൈക്കും വേണ്ടിയിട്ടുള്ള പോർഷനിൽ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രായും വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ അളവിനോടൊപ്പം വേണ്ട മാറ്റങ്ങൾ കൂടി ആഡ് ചെയ്തിട്ട് ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഹുക്കും മൈക്കും വേണ്ട പോർഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് സ്കെയിൽ കൊണ്ട് ഇങ്ങനൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഈ നെക്കിൻ്റെ ഭാഗത്തെത്തുമ്പോൾ നമുക്കിങ്ങനെ മെറ്റീരിയൽ തികയാണ്ട് വരും. അതെന്തായാലും ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കട്ടിങ് വന്നാലും പ്രശ്നമില്ല. ഷോൾഡറൊക്കെ നമുക്ക് ബാക്കിൻ്റെ അതേ അളവിന് തന്നെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളും നമ്മൾ ഇതേ അളവിന് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ്. ഫ്രണ്ട് നെക്ക് വേണ്ടത് 6 ഇഞ്ചസ് ആണ്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലും സ്ക്വയർ നെക്ക് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ സ്ക്വയർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ടാണ് വേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ അതനുസരിച്ചിട്ട് റൗണ്ടാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് പീസിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 15.5 പ്ലസ് 1 ഇഞ്ച് മാർജിനോട് ചേർത്ത് 16.5 ആണ്. അതിനോടൊപ്പം 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 18 ആണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഫ്രണ്ട് പീസിൽ ലെങ്ത് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വന്നിരുന്നത് 15 ഇഞ്ചസ് ആണ്. പ്ലസ് അടിയിലൊരു ബാൻഡിന് നമ്മൾ ഒരു സെൻറ്റർ പോർഷനിൽ കൊടുക്കുന്നത് 3 ഇഞ്ചസ് ആണ്. അപ്പോൾ ടോട്ടൽ 18 ഇഞ്ചസ് ആണ് നമുക്ക് ഫ്രണ്ടിൽ വേണ്ടത്. ആ ഒരു ലെങ്ത് കണക്കാക്കിയാണ് നമ്മളിവിടെ 18 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫ്രണ്ടിലെ പീസ് നമുക്ക് 2 രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ നമുക്ക് താഴത്തെ ബാൻഡും കൂടി ഉൾപ്പെടുത്തി കട്ട് ചെയ്യാം, ഇല്ലാണ്ടും കട്ട് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അളവ് ബ്ലൗസ് അനുസരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ വരുന്നത് 15 ഇഞ്ചസ് ആണ്. പിന്നെ നമുക്ക് ഈ താഴത്തെ ബാൻഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കട്ട് ചെയ്യുന്നത് ഒരു 42 ഇഞ്ച് ബ്ലൗസിൻ്റെയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാൻഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 3.5, സെൻറ്ററിൽ 3, സൈഡിലേക്ക് വരുമ്പോൾ പിന്നെയും 3.5 ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ഇപ്പം ഇതിൽ ചിലതിപ്പം ചെറിയ ബ്ലൗസൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ബാൻഡിൻ്റെ വിഡ്ത്ത് കുറയ്ക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കിലെ പീസിനോടൊപ്പം 1 ഇഞ്ച് എക്സ്ട്രാ ഇടേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ ബ്ലൗസിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് 1.5 ഇഞ്ച് വേണം. അപ്പോൾ നമ്മളിവിടെ 1.5 ഇഞ്ച് ഇടുന്നുണ്ട്. അതുപോലെ ചില സമയത്ത് നമ്മൾ ഈ ഒരു അഡീഷണൽ ബാൻഡ് നമ്മൾ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്നായിരിക്കും കട്ട് ചെയ്തെടുക്കുക. ചിലപ്പോൾ തുണിക്കൊക്കെ ഷോർട്ടേജ് ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ബാക്കിൻ്റെ ലെങ്തിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് എവിടെന്നെങ്കിലും എക്സ്ട്രാ വരുന്ന പോർഷനിൽ നിന്ന് നമുക്ക് ഈ ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റും വേസ്റ്റുമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാക്ക് പീസിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അതേ ചെസ്റ്റ് പോർഷനിൽ തന്നെ ഫ്രണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു എക്സ്ട്രാ ടക്കിനുള്ള പോർഷനും കൂടി ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യേണ്ടത്. ഈ ടക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 2 ഇഞ്ചാണ്. അത് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ 4 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 4 ഇഞ്ച് പുറത്തേക്ക് നീക്കിയിട്ടാണ് നമ്മൾ ഇവിടെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ചെസ്റ്റിൻ്റെ മാർക്കും വേസ്റ്റിന് ഇപ്പോൾ മാർക്ക് ചെയ്ത ഭാഗവും കൂടി ജോയിൻ ചെയ്ത് നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിലെ ആം ഹോളിനേക്കാളും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഡെപ്ത് നമ്മൾ ഫ്രണ്ടിലെ ആം ഹോളിന് കൊടുക്കാറുണ്ട്. അതൊന്നുകിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെയ്യാം. ഇവിടെ ഇപ്പം കറക്റ്റ് ഈ ഒരു കോർണറിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിലും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ എൻഡ് പോർഷനിലും ചേഞ്ച് ഒന്നും വരുത്താതെ സെൻറ്റർ പോർഷനിലേക്ക് മാത്രം കയറ്റിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങനെ ഡെപ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷനും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടക്ക് പോയിൻ്റ് അല്ലെങ്കിൽ ബസ് പോയിൻ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡറിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം താഴേക്ക് 10.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഫുൾ ബോഡി ലെങ്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 15 ഇഞ്ചസ് ആണ്. ആ 15 ഇഞ്ചസും ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
വേസ്റ്റ് ബാൻഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 3.5 ഇഞ്ച്, സെൻറ്ററിൽ 3 ഇഞ്ച്, ലാസ്റ്റിൽ എഗെയിൻ 3.5 ഇഞ്ച്, ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ സെൻറ്ററിൽ ഓൾറെഡി നമ്മൾ 15 മാറ്റിയിട്ട് ബാക്കി 3 ഇഞ്ച് തന്നെയാണ് വരുന്നത്. ഇതിങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഒരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ ഈ ബാൻഡിന് നമുക്ക് ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്ക് ബ്ലൗസിലെ ടക്കിൻ്റെ വിഡ്ത്തും കൂടി ചേർന്നിട്ട് വന്നിരിക്കുന്നതാണ്. നമുക്ക് വേസ്റ്റ് ബാൻഡിന് ആകെ ആവശ്യമുള്ളത് 8.75 പ്ലസ് 2 ഇഞ്ച് നമ്മുടെ മാർജിനും കൂടി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോൾ 2 പീസ് ഉണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കട്ട് കൊടുത്ത് വെക്കാം. ഇനി നമുക്ക് ഈ ടക്കിൻ്റെ നേരെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടുത്തെ ഈ ഒരു വിഡ്ത്തൊക്കെ ഡൗട്ടുള്ളവർക്ക് വേണമെങ്കിൽ ബ്ലൗസുമായിട്ട് ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇവിടെ വരുന്നത് 4.5 ഇഞ്ചാണ്. അപ്പം നമുക്ക് ഇവിടെയും ഏകദേശം 4.5 തന്നെയാണ് വരുന്നത്, കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ചേഞ്ചസ് ഒന്നുമില്ല. ഇനി നമുക്ക് ടക്കിൻ്റെ വിഡ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മെയിൻ ടക്കിൻ്റെ താഴെയും ഞാൻ ചെറിയൊരു സ്നിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബസ് പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ടക്കുകളൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ടക്ക് വരുന്നുണ്ടാവും, അതുപോലെ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും ഒരു ടക്ക് വരുന്നുണ്ടാവും. ഇപ്പം ഈ ഫ്രണ്ടിൽ കൊടുക്കുന്ന ടക്കിന് ഒരു ഏകദേശം 2.5 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതൊന്ന് അളന്നിട്ട് കൊടുക്കാം. നമുക്കിത് നോക്കുമ്പോൾ 2 ഇഞ്ചാണ് വരുന്നത്. ഇൻക്ലൂഡിങ് മാർജിൻ നമുക്കൊരു 2.5 കൊടുക്കേണ്ടത്. അത് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ രീതിയിലൊന്ന് താഴോട്ട് ചരിച്ചിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. താഴോട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, സ്ട്രൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്കും ഒരു ടക്ക് കൊടുക്കാറുണ്ട്. ഈ ടക്കുകളൊക്കെ ഒരു 1/4 ഇഞ്ച് വീഴ്ത്തിൽ തന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഈ 3 ടക്കുകളും ഒരു ട്രയാങ്കിൾ പോലെയുള്ള ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിലൊക്കെ തന്നെ ഞാൻ ഇങ്ങനെ ചെറിയ ഒരു സ്നിപ്പ് കൊടുത്ത് വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ലൈനിങ്ങിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, മറു സൈഡിൽ ഇത് മാർക്ക് ചെയ്യുന്നതിന് വളരെ ഈസി ആയിരിക്കും. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇത് ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് ബോഡി പാർട്ടിൽ കുറച്ച് എക്സ്ട്രാ ഷേപ്പ് കൊടുക്കാറുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. നമുക്ക് ഈ ഒരു എഡ്ജ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളയാറുണ്ട്. പക്ഷേ ഈ ബ്ലൗസിൽ നോക്കുമ്പം ഇത് 4 ടക്കുള്ള ബ്ലൗസാണ്. ഇങ്ങനെയുള്ള ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ആ 1/2 ഇഞ്ച് ഇവിടെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. പകരം നമ്മളിവിടെ ഒരു അഡീഷണൽ ടക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് കയറും. ഇപ്പം ഇവിടുത്തെ ടക്കിൻ്റെ ലെങ്ത് വേണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം നമുക്ക് ഈ ലെങ്ത് വരുന്നത് 5 ഇഞ്ചസ് ആണ്. ഇപ്പോൾ ഈ ഭാഗത്ത് 2 ഇഞ്ച് മാർജിൻ ഉണ്ട്. ആ മാർജിനോട് ചേർത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 7 ഇഞ്ചിൽ ഈ ഒരു ടക്ക് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ടക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഈ താഴെ നമ്മൾ കട്ട് ചെയ്യേണ്ടിയിരുന്ന 1/2 ഇഞ്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് 1/2 ഇഞ്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആ ഒരു വലിയ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്ക് 2 ഇഞ്ചാണ് അവിടെ വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ലൈൻ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ കട്ടിംഗ് ഒക്കെയാണ് നമുക്ക് ബ്ലൗസിൻ്റെ കപ്പിന് കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പ് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഈ സ്റ്റാർട്ടിംഗ് ഭാഗത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് വളരെ ചെറുതായിട്ട് മതി, ലൈറ്റായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ബ്ലൗസിൻ്റെ ഷോൾഡർ താഴേക്ക് ഇറങ്ങി വരാതിരിക്കാനും ഈ ചെസ്റ്റിൻ്റെ ഈ ഒരു ഹുക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ അവിടെ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവിടെയും ഒരു 1/4 ഇഞ്ച് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടക്കൊന്ന് പിടിച്ച് നോക്കാം. ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് 2 ഭാഗത്തുനിന്ന് 2 ഇഞ്ചാണ് ഫോൾഡ് ചെയ്ത് നമുക്കിങ്ങനെ ഒന്ന് പിടിച്ച് നോക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ആയിരിക്കും പ്രോപ്പറായിട്ട് ആ ഒരു കപ്പിൻ്റെ സൈസ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ടക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും ഒരു പ്രോപ്പറായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് തിരിച്ചു വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സൈഡിൽ കുറച്ചൊരു എക്സ്ട്രാ ഇങ്ങനെ താഴേക്ക് നിൽക്കുന്നത് കാണാം. ആ വരുന്ന എക്സ്ട്രാ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ നമ്മൾ ചരിച്ച് വെട്ടിയിട്ട് കറക്റ്റാക്കി കൊടുക്കാറുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ടക്ക് പിടിച്ചതിന് ശേഷം ഈ ഒരു ബാൻഡ് ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന കട്ടിംഗ് ഒക്കെ കറക്റ്റാണെങ്കിൽ കണ്ടോ ആ നീളമൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് തന്നെ വരും.
ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ഈ ബ്ലൗസ് ബാക്ക് പീസുമായിട്ട് ജോയിൻ്റ് ആക്കിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ പോർഷൻ കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സൈഡിൽ ഒരു ടക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ടക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ബാക്കിലെ പീസ് ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒരേ ലെങ്ത് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അടിയിൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ടക്കായിട്ട് നമുക്കിങ്ങനെ ഫോൾഡായിട്ട് പോവും. ബാക്കി ഇത് രണ്ട് ലൈനും നമ്മൾ ഇങ്ങനെ എല്ലാം പ്രോപ്പറായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഒക്കെ കറക്റ്റായിട്ട് വരും. ഇവിടെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തി വെക്കുന്നുണ്ട്. അവിടെ ഒന്ന് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ക്രോസ് ചേർത്തി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്കിനിയിപ്പോൾ താഴ്ഭാഗത്ത് അതിപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സ്റ്റിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ സ്റ്റിച്ചിങ് മാർജിനൊക്കെ പോവും. അത് നോക്കണ്ട, ബാക്കി കട്ടിങ് എല്ലാം കറക്റ്റാണോ നോക്കുക. ഇപ്പോൾ ഇനി ഷോൾഡറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ കണ്ടോ, ആ ഫ്രണ്ടിലെ പീസ് കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആം ഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് അവിടെയും ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങും കൂടി നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗവും കറക്റ്റ് ഈക്വലായിട്ട് തന്നെ വരും. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ച് കൊടുക്കേണ്ട ഭാഗം ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഈ ആം ഹോളിലെ ടക്ക് കൂടി ഒന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഭാഗവും കറക്റ്റായിട്ട് തന്നെ വരും. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചില ഭാഗങ്ങളിലൊക്കെ കൂടുതൽ കുറവൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ എല്ലാ ടക്കുകളും ഒക്കെ ഒന്ന് കറക്റ്റ് പിടിച്ച് വെച്ചിട്ട് ഈക്വലായിട്ട് എല്ലാ പോർഷനും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അത്യാവശ്യം നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ട് പീസ് നമ്മൾ ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു സ്ട്രെച്ചബിൾ ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചെസ്റ്റ് സൈസിലൊക്കെ എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നാലും ക്രോസ് പീസ് ആകുമ്പോൾ അത് കറക്റ്റായിട്ട് പൊക്കോളും. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് നോക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബോർഡർ വരുന്ന ഭാഗം, തേര് ഭാഗം എന്ന് പറയില്ല, ഇതെടുക്കാം. അല്ലെങ്കിൽ തിരിച്ചോ എങ്ങനെയാണ് അവൈലബിലിറ്റി ഉള്ളത് അങ്ങനെ എടുക്കാം. പിന്നെ സ്ലീവിൻ്റെ വിഡ്ത്ത് നമുക്ക് എന്തോരം വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മുടെ ചെസ്റ്റ് സൈസ്, അതായത് 38 ഇഞ്ച് ചെസ്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുക. 3 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് കുറയ്ക്കുക. ബാക്കി എത്ര 36 വരുന്നുണ്ടാവും. 36നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇപ്പം സ്ലീവിന് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മെറ്റീരിയലിൻ്റെ വീതി വേണ്ടത് 9 ഇഞ്ചസ് ആണ്. സ്ലീവിനുള്ള ഫാബ്രിക് ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വിഡ്ത്ത് 9 ഇഞ്ചസിലും കുറച്ച് കൂടുതലും വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ മതി. ലെങ്തും എനിക്ക് എക്സ്ട്രാ ലൈനിങ്ങിൻ്റെ ഫാബ്രിക് ഇരിപ്പുണ്ട്. ഇവിടെ ലെങ്ത് വേണ്ടത് 12 ഇഞ്ചസ് ആണ്. ഇതാണ് ശരിക്കും ആ ഒരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ ബോർഡറായിട്ട് ഈ ഒരു ലേസ് പോർഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാനൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് ഇപ്പോൾ നമുക്ക് വേണ്ടത് 12 ഇഞ്ചാണ്. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മതിയാവും. ഇപ്പോൾ താഴെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഹെമ്മിങ് ഒക്കെ ചെയ്യാനാണെങ്കിൽ അതനുസരിച്ച് 1 ഇഞ്ചിൽ കൂടുതൽ എക്സ്ട്രാ ഇടേണ്ടി വരും. ഇതിപ്പോൾ എനിക്ക് അടിയിൽ ലൈനിങ് ആയിട്ട് അടിക്കുന്നുള്ളത് കാരണം ഒരു 1/2 ഇഞ്ച് തന്നെ ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ. താഴെയും ഞാനൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോളിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ ലെങ്തിൽ നിന്ന് 3.5 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് നമ്മൾ ഡെപ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 12.5 ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. അവിടെ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ച് താഴേക്ക് ആം ഹോളിൻ്റെ ഡെപ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈന് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയാണ് മാർജിൻ വരുന്നത്. ഇനി ഇവിടുത്തെ ഈ കർവ് വരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിലൊരു ഷോർട്ട് കട്ട് പോലെ നമുക്ക് ചെയ്യാം. ഇപ്പം ഈ ഒരു കോർണറിൽ ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു ടേപ്പിനെ നമ്മുടെ ഒരു സ്ലീവിൻ്റെ ഏകദേശം ഒരു 4.5 ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ച് പിടിക്കുക. എന്നിട്ട് നമുക്ക് 3.5 ഇഞ്ചിൽ തന്നെ ഒരു ലൈൻ കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ലൈൻ വഴി ഇങ്ങനെ ഒന്ന് കർവായിട്ട് ചരിച്ച് വരച്ചിട്ട് ഇതൊന്ന് ജോയിൻ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടാറുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെപ്ത്ത് 3.5 ആയിരിക്കും. ഇവിടെ ഇത് ക്രോസ് ചെയ്ത് പോകുന്ന ആ ഒരു ലൈന് 3.5 ആയിരിക്കും. പിന്നെ തീരെ ചെറിയ ബ്ലൗസുകൾക്കൊന്നും നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് സ്ലീവിൻ്റെ റൗണ്ടാണ്. സ്ലീവ് റൗണ്ട് ഇവിടെ വേണ്ടത് 11 ഇഞ്ചാണ്. 11ൻ്റെ ഹാഫ് വരുന്നത് 5.5 ആണ്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് 2 ഇഞ്ച് മാർജിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് 9 ഇഞ്ചാണ്. പ്ലസ് 2 ഇഞ്ച് മാർജിൻ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർജിനുകളെ തമ്മിൽ ജോയിൻ്റ് ആക്കാം. അതുപോലെ സ്റ്റിച്ചിങ് ലൈനിന് നമുക്കൊന്ന് ജോയിൻ്റ് ആക്കി വരച്ചു കൊടുക്കാം. പിന്നെ സ്ലീവിൽ ഭയങ്കരമായിട്ട് ഡൗട്ടുള്ളവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബ്ലൗസ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് അത് വെച്ച് ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും.
ഇവിടെ സ്ലീവിനെ ഞാൻ ഇങ്ങനെ ഉൾഭാഗം പുറത്തായിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ടോട്ടലി ഒന്ന് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. ഒരു വിധത്തിലും കർവ് വരയ്ക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ച് വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്തും എടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കുറേ അധികം വെട്ടി പഠിക്കുമ്പോഴാണ് നമുക്ക് നല്ല പ്രാക്ടീസ് വരുന്നത്. അപ്പോൾ എപ്പോഴും സ്വന്തമായിട്ട് തന്നെ കർവൊക്കെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നത് ഇപ്പം ഓക്കെ ആം ഹോളിൻ്റെ കറക്റ്റ് ആ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അതേ പോയിൻ്റ് വരെയാണ് ഇതിലിപ്പം ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലൗസിൻ്റെ പോയിൻറ്റും വരുന്നത്. അപ്പോൾ ഫിറ്റിങ്സ് എല്ലാം കറക്റ്റ് തന്നെയാണ്, ഇൻക്ലൂഡിങ് മാർജിൻ എല്ലാം കറക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് ആം ഹോളിന് എക്സ്ട്രാ ഡെപ്ത് കൊടുക്കണം. അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡിയുമായിട്ട് ഇതൊന്ന് ജോയിൻ്റ് ആക്കി വെച്ച് നോക്കണം കറക്റ്റാണോ വരുന്നതെന്ന്. ഇപ്പം ഈ ഒരു സ്ലീവ് ആം ഹോളുമായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആക്കി വെച്ച് നോക്കുമ്പം ഷോൾഡറിൽ നമ്മളൊരു സ്റ്റിച്ചിങ് മാർജിൻ ഉണ്ടാവും, അത് മാറ്റി വെച്ചിട്ടാണ് വെച്ച് നോക്കേണ്ടത്. ഇതിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പം സ്റ്റിച്ചിങ് മാർജിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനും അവിടെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങടേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് വരും. ഈ ഭാഗത്തെത്തുമ്പം അവിടുത്തെ ഈ എക്സ്ട്രാ മാർജിൻ സ്റ്റിച്ചിങ്ങിന് പോകും. അപ്പം ഇതെല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് എക്സ്ട്രാ ഡെപ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ ഫ്രണ്ടിൽ ഡെപ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്ലീവിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡെപ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയ സ്ലീവൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് 1 ഇഞ്ച് വിട്ടിട്ടാണ് ഈ ഒരു ഡെപ്ത് കട്ട് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ ഇതിപ്പം അത്യാവശ്യം വലിപ്പമുള്ള കൈ ആയത് കാരണം നമുക്ക് ഇതിൻ്റെ ടോട്ടൽ എടുക്കാം. ഇതിപ്പം ഏകദേശം 9 ഇഞ്ചസ് ആണ് വരുന്നത്. അതിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു 2.25 ആ ഒരു അളവാണ് വരിക. ആ ഒരു 2.25 ഇഞ്ച് ഇവിടെ വിടുക. അതുപോലെ ഈ ഭാഗത്തും ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 2 ലൈനും ഇടയ്ക്കുള്ള ഭാഗമാണ് നമ്മൾ ഡെപ്തായിട്ട് കൊടുക്കേണ്ടത്. അത് ചെറിയ രീതിയിലൊന്നും ഇങ്ങനെ വളച്ചിട്ട് ഉള്ളിലേക്ക് താഴ്ത്തിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ആദ്യത്തെ 2 പീസിന് മാത്രം. ഇല്ല 3ാമത്തെ പീസും കൂടി ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് ബാക്കിലത്തെ സ്ലീവിൻ്റെ ബാക്ക് പോർഷനും കൂടി ഡെപ്തായി പോവും. അങ്ങനെയാണെങ്കിൽ ഫുള്ള് റോങ് ആയിട്ട് വരും. ഞാൻ ബിഗിനേഴ്സിന് കണക്കാക്കിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ വിഡ്ത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു സെൻറ്റർ പോർഷനിലെത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് കണക്കാക്കിയിട്ട് പോവുക. കുറച്ചുകൂടി അപ്പുറത്തേക്ക് എത്തുമ്പം അതുപോലെ തന്നെ ലൈറ്റായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോവുക. അങ്ങനെയാണ് നമ്മളിത് ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ലൈനിൻ്റെ അപ്പുറത്തേക്ക് ഷേപ്പ് പോകാനേ പാടില്ല. കട്ട് ചെയ്ത സമയത്ത് ഇവിടെ ചെറിയൊരു വളവിരിപ്പുണ്ട്, അതുകൂടി ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിങ് ലൈൻ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈനിനോട് ചേർത്തിട്ട് മുകളിലും താഴെയും ഇങ്ങനെ ഒരു ചെറിയ സ്നിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഓൾറെഡി ഫ്രണ്ട് പോർഷനിൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സ്ലീവ് ഇനിയിപ്പം നമ്മൾ ഒറിജിനൽ ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ 2 സൈഡിലും F എന്ന് മാർക്കും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മറു സൈഡിലും അതുപോലെ സ്റ്റിച്ചിങ് ലൈൻ ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് സ്ലീവ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ പീസും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പീസിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ മാർക്കിങ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മറു സൈഡും കൂടി എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടത് നമുക്ക് ഈ വേസ്റ്റ് ബാൻഡിന് 2 പീസാണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത്. ടോട്ടലി നമുക്ക് 6 പീസാണ് വേണ്ടത്. 2 നമുക്ക് ശരിക്കുള്ള ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. ഇതുപോലെ 2 പീസും കൂടി നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും. അതിപ്പോൾ നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത ഫാബ്രിക്കിൻ്റെ തന്നെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു 2 പീസ് എടുത്തിട്ട് ഞാൻ അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ റൗണ്ട് നെക്കൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെക്കിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് വേണ്ടി വരും. അതൊക്കെയും നമുക്കിപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ഫാബ്രിക്കിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഒന്നാമത് സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത്. അത് ഞാൻ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കാരണം ആവശ്യം ഉണ്ടാവില്ല. എന്നാലും ജനറലി നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നു എന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ഒറിജിനൽ ഫാബ്രിക് എങ്ങനെയാണ് എടുക്കുന്നത്, അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാവുന്നുള്ളൂ. പിന്നെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.